മെം- മെമ്മറി കാർഡ് ആരുടെ കസ്റ്റഡിയിലാണ്? ആരുടെ കസ്റ്റഡിയിലാണ്? മെമ്മറി കാർഡ് ആര്യയുടെ കസ്റ്റഡിയിലാണോ? ആര്യ എന്ന് ആര് പറഞ്ഞു? കസ്റ്റഡിയിലാണോ? മെമ്മറി കാർഡ് ബസ്സിലെ ജീവനക്കാരുടെ കസ്റ്റഡിയിലാണ്. ബസ്സിലെ ജീവനക്കാർ മെമ്മറി കാർഡിന്റെ കസ്റ്റഡി അല്ലല്ല. ഒരു കേസ് വന്നു കഴിയുമ്പോൾ ഈ ബസ്സിൽ വെച്ച ഇങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ ആ ബസ് പിന്നെ ആരുടെ കസ്റ്റഡിയിലാണ്? ബസ് KSRTC ജീവനക്കാരുടെ കസ്റ്റഡിയിലാണ്. ബസ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അതിനിടയിൽ മെമ്മറി കാർഡ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ട് എന്നൊരു ആരോപണം നിങ്ങൾക്കുണ്ടോ? അല്ല, പോലീസാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡിന് ആവശ്യപ്പെടുന്നത്. പോലീസാണ് മെമ്മറി കാർഡിന് ആവശ്യപ്പെടുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മെമ്മറി കാർഡ് എടുക്കാൻ പോലീസ് KSRTCയോട് ആവശ്യപ്പെട്ടപ്പോൾ KSRTCയുടെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നു മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എവിടെ വെച്ച് നഷ്ടപ്പെട്ടു, ആര് നശിപ്പിച്ചു എന്നത് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. മെമ്മറി കാർഡും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൃത്യമായിട്ടും ആരുടെ കസ്റ്റഡിയിലാണെന്ന് ചോദിച്ചാൽ ആ ബസ് ഡ്രൈവറുടെ കസ്റ്റഡിയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇയാളുടെ പൂർവ്വചരിത്രം കൂടി നിങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇയാൾ ഇതുപോലെയുള്ള കേസിൽ നേരത്തെ പ്രതിയാണ്. ഒരു വനിതയോട്, ഒരു പെൺകുട്ടിയോട് ലൈംഗിക ചേഷ്ട നടത്തിയിട്ട് അങ്ങേയറ്റം അപമര്യാദയായി പെരുമാറിയിട്ട് അതെല്ലാം കേട്ട് വീട്ടിൽ പോയിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. മേയറോടെന്നല്ല ഏത് സ്ത്രീയോടായാലും മോശമായി പെരുമാറിയാൽ അതിൽ പ്രതികരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്, അതിൽ സംശയമില്ല. പക്ഷേ മേയർ ഒരു വ്യവസ്ഥാപിത മാർഗത്തിലൂടെയാണോ ഈ പ്രതിഷേധം കാണിച്ചത്? മേയറും MLAയും അധികാരം കാണിക്കുകയായിരുന്നോ എന്ന് ആ ദൃശ്യങ്ങളിലൂടെ സംശയിക്കാം. കാരണം ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ മേയർ പറഞ്ഞ വാദങ്ങളല്ല പിന്നീട് CCTV ദൃശ്യങ്ങൾ വന്നപ്പോൾ തെളിഞ്ഞത്. അതുപോലെ തന്നെ ലഹരി ഉപയോഗിച്ചു എന്നുള്ള ആരോപണം ഉന്നയിച്ചു. ഒന്ന് പറയട്ടെ ഒരു മിനിറ്റ് ഒന്ന് പൂർത്തിയാക്കട്ടെ സനോജ്. എന്തിനാണ് ഇത്ര ദേഷ്യം? അക്ഷമ കാണിക്കുന്നത് എന്തിനാണ്? ആ ദൃശ്യങ്ങളിൽ തെളിയുന്നത് കയർത്ത് സംസാരിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ശരി, അതിൽ പറയുന്ന വാചകങ്ങൾ അത്ര വ്യക്തമല്ല. അതുപോട്ടെ, ഈ വാഹനം നിർത്തിയതുമായി ബന്ധപ്പെട്ട് സിഗ്നലിലാണ് വാഹനം തടഞ്ഞതെന്നാണ് മേയർ പറഞ്ഞത്. അങ്ങനെ ആ സീബ്ര ലൈനിലെ ദൃശ്യങ്ങൾ പിന്നീട് ആ CCTV ദൃശ്യങ്ങളിൽ തെളിയുകയാണ്. ലഹരി ഉപയോഗിച്ചു എന്നുള്ള ഒരു ആരോപണം മേയർ ഉന്നയിക്കുന്നു. ഡോക്ടറുടെ പരിശോധനയിൽ അങ്ങനെ ലഹരി ഉപയോഗിച്ചതായി തെളിഞ്ഞിട്ടില്ല. അപ്പോൾ മേയറുടെ വാദങ്ങൾ പൊളിയുന്ന ഒരു സാഹചര്യം അപ്പുറത്തുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു അധികാരത്തിന്റെ മുഷ്ക് കാണിച്ചതാണോ എന്ന സംശയം വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും കാണേണ്ട ഈ തെളിവ്, ഈ പറയുന്ന CCTV ദൃശ്യങ്ങൾ, ബസ്സിനകത്ത് ദൃശ്യങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ മേയറുടെ വാദം ശക്തമാകുമായിരുന്നു. ആ ദൃശ്യങ്ങൾ തന്നെ പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ ആ സംശയം സ്വാഭാവികമായും എങ്ങോട്ടാണ് ഉയരുക? ഇതൊക്കെ നിങ്ങളിങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കുന്ന സംശയമല്ലാതെ ജനങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു സംശയമില്ല. ഇവിടെ എന്താണ് ഉണ്ടായത് എന്ന് നിങ്ങളിങ്ങനെ ബോധപൂർവ്വം മറച്ചു വെക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു പ്രകോപനമാണ് ആ സമയത്ത് ഉണ്ടാവുന്നത്. അത് സീബ്ര ലൈനിൽ നിർത്തിയോ ഇവിടെ നിർത്തിയോ ഒന്നുമല്ല ചോദ്യം. ഒരു പെൺകുട്ടിയോട്, ഒരു കുടുംബത്തോട് പെരുമാറിയിട്ട് സ്വാഭാവികമായിട്ടും അല്പം പ്രകോപനത്തോടു കൂടി തന്നെയാണ് അവിടെ ഇടപെടുക. അവിടെ ഇപ്പൊ അടിയൊന്നും നടന്നിട്ടില്ലല്ലോ സനോജ്. ഇപ്പൊ ഇതിലൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒരു KSRTC ബസ്സാണ്. അതിൽ ആ ബസ്സിൽ ഒരുപാട് യാത്രക്കാരുണ്ട്. യാത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങുക എന്നുള്ളതാണല്ലോ. അതിന് സാഹചര്യമുണ്ട്. തമ്പാനൂരേക്ക് അടുത്താണ്, എന്നിട്ട് പോലും പാളയത്ത് ആളുകളെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം. ഈ കേസിൽ അപ്പോൾ തന്നെ പോലീസിനെ പരാതിപ്പെട്ടാൽ പോലീസ് അവിടേക്ക് ഓടിയെത്തുകയും തീരുമാനമെടുക്കുകയും ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ അതങ്ങനെയല്ല, ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ ഇറങ്ങണമെന്ന് പറയുന്നു. ആ ദൃശ്യങ്ങൾ ബസ്സിനകത്ത് നിന്നും ഒരു യാത്രക്കാരൻ ചിത്രീകരിച്ചെന്നും അത് ഡിലീറ്റ് ചെയ്യാൻ മേയർ ആവശ്യപ്പെട്ടു എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. നിങ്ങൾ കേട്ടോ പറയുന്നത്? ബസ്സിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും യാത്രക്കാരൻ പറഞ്ഞിട്ടുണ്ടോ? കണ്ടക്ടർ പറഞ്ഞിട്ടുണ്ടോ? പോലീസ് പറഞ്ഞിട്ടുണ്ടോ? ആരാ ഇത് പറയുന്നത്? ഇത് പറയുന്നത് ഈ കേസിലെ പ്രതിയായിട്ടുള്ള ആ ഡ്രൈവറാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അയാൾ പറയുന്നതാണ് നിങ്ങൾക്ക് വേദവാക്യം. മേയർ പറയുന്നത് തെറ്റാണ്. നിങ്ങൾ ആലോചിക്കുക, ഇതിപ്പോൾ മേയറല്ല വേറൊരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഉൾപ്പെടെയുള്ള ചാനൽ ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്ത സ്ത്രീയെ അഭിനന്ദിച്ചുകൊണ്ട് അവരൊരു വീരവനിതയായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കും. എന്നിട്ട് സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കും. ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്ത് സ്ത്രീകൾക്ക് സൂര്യമായി സഞ്ചരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള വാഹനത്തിൽ നിന്ന് സാധാരണക്കാരിയാണ് പ്രകോപനപരമായി ഇങ്ങനെ പെരുമാറുന്നെങ്കിൽ അവിടെ തന്നെ യാത്രക്കാരെ ഇറക്കിവിടാൻ സാധിക്കുമായിരുന്നു. അതിനുള്ള അധികാരമൊക്കെ സാധാരണക്കാരിക്കുണ്ടോ?
യാത്രക്കാരുടെ വിഷയം ഒരു വിഷയമല്ലേ ആ ഘട്ടത്തിൽ? ഒരുപാട് സംഭവങ്ങൾ നടപടി എടുക്കണ്ട എന്നല്ല, ഏതു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കണം. അത് പോലീസ് ചെയ്യട്ടെ. നിയമം കയ്യിലെടുത്തുകൊണ്ട് എങ്ങനെയാണ് മേയർക്കും MLA-ക്കും പ്രത്യേക അധികാരം ലഭിക്കുന്നത്? പോലീസ് ചെയ്യേണ്ട ഞാനത് ചോദിച്ചോക്കട്ടെ. ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ പറയുന്നതാണ്. നമ്മളിപ്പോ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ട്രെയിനിൽ വെച്ച് എന്റെ മുമ്പിൽ വെച്ച് ഒരു പെൺകുട്ടി ആരെങ്കിലും ആക്രമിക്കുന്നത് കണ്ടാൽ ഇതൊരു കുറെ ആളുകൾ പോകുന്ന ട്രെയിനാണല്ലോ, ഇതിപ്പോ എവിടെയെങ്കിലും ചെങ്ങല വെച്ച് നിർത്തിയാൽ പ്രശ്നമാണല്ലോ, പോലീസ് വന്നാൽ പ്രശ്നമാണല്ലോ, ഈ യാത്രക്കാർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാവും, എല്ലാം പറയാ, പെട്ടെന്ന് ഇടപെടും. അത് എങ്ങനെയാണ് ആ സമയം സാഹചര്യം നോക്കിയിട്ടാണ് ഇടപെടുക. അത് ചിലപ്പോൾ അല്പം പ്രകോപനത്തോടുള്ള ഇടപെടലായിരിക്കും. അങ്ങനെയൊക്കെ സാഹചര്യത്തിലേക്ക് നയിക്കുന്ന കാരണത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടത്. ശരി. അല്ലാതെ പ്രകോപനപരമായി അവിടെ പെരുമാറി അവിടെ ഒരു സീൻ ഉണ്ടായി അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ മൊത്തം നിഗമനത്തിലേക്ക് എത്തിയാൽ കാര്യം നടക്കില്ല. ശരി, പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം കൂടി ഇക്കാര്യത്തിൽ തേടുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.